ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ഓഫ് ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു വെറുതെ പുറത്തൊന്ന് പോകാം, പോയൊരു ചായയൊക്കെ കുടിച്ച് വരാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരവിടെ ഇല്ല, അവരവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയെന്ന് പറഞ്ഞു. സോ ഇന്ന് ഞാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, അതുപോലെ തന്നെ സൺസ്ക്രീൻ, പിന്നീട് ഫൗണ്ടേഷൻ ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് മെബിലിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ മുഖത്ത് തേച്ച് കണ്ണിൻ്റെ താഴെ ചെറിയൊരു കറുപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്യാൻ ഇത് നല്ലതാണ്, കുറച്ചൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം അതൊക്കെ തേച്ച് പിടിപ്പിച്ചു. പിന്നീട് അടുത്ത പരിപാടി എന്താണെന്നല്ലേ, നെക്സ്റ്റ് ആൻഡ് ഫിറ്റ്മിയുടെ മെബിലിൻ്റെ തന്നെ പൗഡറും ഇട്ട്. അതിനുശേഷം ഇതിപ്പോൾ എന്താ പറയുക, കണ്ണാടിയിൽ ഒരു 90 പ്രാവശ്യം നോക്കിയാലേ നമുക്ക് നമ്മളെ ഇഷ്ടമാവുള്ളല്ലോ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വരുന്നിടം വരെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അടുത്തത് എഗെയിൻ മെബിലിൻ്റെ നല്ല ഒന്നാന്തര ലിപ്സ്റ്റിക്കാണിത് കേട്ടോ. എൻ്റെ ഷെയ്ഡും നല്ലതാണ്, 80 മെബിലിൻ്റെ 80 ഷെയ്ഡാണിത്. ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ, സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഈ എഴുതുന്ന കാജൽ നമ്മുടെ നാട്ടിലേതാണ്, ലാക്മി. പിന്നീട് വെറുതെ പുരിക ഒന്ന് ഷേപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് പിന്നീട് ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി കണ്ണാടിയിൽ കൊള്ളാം പൊതിച്ചു. കണ്ണിൻ്റെ താഴെ വീണ്ടും ഒരു കറുപ്പുണ്ട്, പക്ഷെ സാരില്ല, ഓക്കെ. എനിവേ ഞാൻ നോക്കിയപ്പം ഓക്കെയാണ്, എന്താ കൊള്ളില്ലേ, സൂപ്പർ. അപ്പം എവിടെ പോകാനുള്ള ഒരുക്കമായിരുന്നതെന്നറിയാമോ? ഒരു ചായ കുടിക്കാൻ പോകാനുള്ള ഒരുക്കമായിരുന്നു ഇത്. പിന്നീട് വീണ്ടും ഇനി എനിക്ക് ബാഗ് എടുക്കണം, വണ്ടിയുടെ കീ എവിടെ, അതെടുക്കണം. എന്നിട്ട് ഞാനിങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ, ഗെറ്റ് റെഡി. പിന്നെ ഞാൻ അവിടുത്തെ മുടി ഇങ്ങനെ അഴിച്ചിട്ട് പോയാലുണ്ടല്ലോ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് തന്നെ മുടിയൊക്കെ കെട്ടിവെച്ചു. പിന്നീടുള്ളത് നല്ലൊരു സൂപ്പർ ഡ്രൈവിംഗാണ്. ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണിത്, ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇതെൻ്റെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കും. എനിക്ക് എന്താ പറയുക, നല്ല റിലാക്സിങ് മോഡിലായിരിക്കും ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കട എത്താറായിട്ടുണ്ട്. നമ്മുടെ ചായക്കട എത്തി, അവിടുന്ന് ചായ ഓർഡർ ചെയ്തു. നല്ല അടിച്ചായ കിട്ടി. ഈ ചായ നമുക്ക് നമ്മുടെ നാടുകളിലെ കടകളിൽ മാത്രമേ കിട്ടുള്ളൂ, നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കണം. ഇവിടുത്തെ കടയിൽ ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുപോലൊരു ചായ കിട്ടില്ല. സോ ഈ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ചായ കുടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ചായ നന്നായി ആസ്വദിച്ച് കുടിച്ചു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ. വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വീണ്ടും ഞാൻ തിരിച്ചു. നന്നായി ആസ്വദിച്ച് എൻ്റെ ഡ്രൈവിംഗ് ഞാനിങ്ങനെ യാത്ര തിരിക്കുകയാണ്, ഒരു പാട്ടൊക്കെ കേട്ടു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശേഷം. ഓക്കെ, ബൈ, സീ യു. साथ